ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമുക്ക് എങ്ങനെ ജീവിത നിലവാരം കുറച്ചുകൂടി നല്ല രീതിയിൽ മെച്ചപ്പെടുത്താം, അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എങ്ങനെ സഫലീകരിക്കുക എന്നൊക്കെ നോക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ള കാര്യങ്ങളിൽ എന്താണോ നമ്മളെ കയ്യിലുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ നന്ദി പറയുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ വന്ന് സ്പാവിക്കുകയും നമുക്ക് അതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും. നമുക്ക് കൈകാലുകളുള്ളതിന് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം. നമുക്ക് നല്ല കാഴ്ച ഉള്ളതിന് ദൈവത്തിനോട് നന്ദി പറയാം. അതുപോലെ തന്നെ നമുക്ക് വിശപ്പിന് കഴിക്കാൻ ആഹാരമുള്ളതിന് ദൈവത്തിനോട് നന്ദി പറയാം. ഉടുക്കാൻ ഉള്ള വസ്ത്രത്തിന് ദൈവത്തിനോട് നന്ദി പറയാം. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിനെല്ലാം ദൈവത്തിനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് സഫലീകരിക്കുകയും ചെയ്യുന്ന നമ്മൾ അത് മാത്രമല്ല നമ്മുടെ ഉള്ള കാര്യങ്ങളിലേക്ക് പിന്നെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ നമുക്ക് ഉള്ളത് എന്നതിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുകയും പിന്നെ അത് മാത്രമല്ല കൂടുതൽ അനുഗ്രഹങ്ങൾ അപ്പോഴും അതുവഴി വന്നു ചേരുകയും ചെയ്യും. എത്രയോ പേരുടെ സ്വപ്ന ജീവിതമായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. കിടക്കയിൽ തന്നെ കിടക്കുന്ന എത്ര ആൾക്കാരുണ്ടായിരിക്കും, ഒന്ന് എണീച്ച് നടക്കാൻ പോലും കഴിയാത്ത ആ കണക്കിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ എണീച്ച് നടക്കാനും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനും ഒക്കെ ഉള്ള കഴിവും ആരോഗ്യവും ഒക്കെ ദൈവം തന്നിട്ടില്ലേ. അതിനൊക്കെ നമുക്ക് നന്ദി പറഞ്ഞാൽ തന്നെ മതിയാവില്ല. നമ്മുടെ ദൈവത്തിനോടുള്ള പരാതി പറച്ചിലും പരിഭവം പറച്ചിലൊക്കെ മതിയായിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ നന്ദി പറഞ്ഞു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണാം. നമുക്ക് നന്ദിയുള്ളവരായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുകയും നമുക്ക് കൂടുതൽ കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് എപ്പോഴും സന്തോഷത്തോടും സമാധാനത്തോടൊക്കെ ഇരിക്കാൻ പറ്റും, സംതൃപ്തിയോട് ജീവിക്കാൻ കഴിയും. നമ്മൾ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയും, നല്ല മനസ്സമാധാനത്തോടെ കൂടി നമുക്ക് ജീവിക്കാൻ കഴിയും. പിന്നെ നമ്മൾ മെയിനായിട്ട് കമ്പാരിസനൊക്കെ നടത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വിഷമങ്ങൾ വരുന്നത്. നമ്മൾ ഈ ഉള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്താൽ ഇത്രയും അനുഗ്രഹങ്ങൾ ദൈവം തന്നല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നമ്മൾ നന്ദിയുള്ളവരാകുമ്പോൾ നമ്മൾ കമ്പാരിസനൊക്കെ പതുക്കെ പതുക്കെ കുറയുകയും നമുക്ക് ഉള്ളതിൽ നമ്മൾ സംതൃപ്തി കാണുകയും അങ്ങനെ നമുക്ക് നല്ല സന്തോഷത്തോടെയും സമാധാനത്തിനൊക്കെ ഇരിക്കാൻ കഴിയുകയും ചെയ്യും. നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ദൈവത്തിനോട് നന്ദിയോട് കൂടി എഴുന്നേൽക്കുക. അതായത് ഇന്നും കൂടി നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റിയതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിലൊരു പോസിറ്റീവ് എനർജി വന്ന് നിറയും. നന്ദിയുള്ളവരായി ജീവിക്കാൻ നമ്മുടെ സൃഷ്ടാവ് നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.